ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് സമാധാനപരം. രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയായിരുന്നു പോളിംഗ്. കോട്ടയം ജില്ലയിൽ ചിലയിടങ്ങളിൽ വോട്ടിംഗ് മെഷീന് തകരാർ സംഭവിച്ചെങ്കിലും വോട്ടിംഗ് തടസ്സമില്ലാതെ നടന്നു. ഡിസംബർ 13-ന് വോട്ടെണ്ണൽ നടക്കും. ത്രിതല പഞ്ചായത്തുകളും നഗരസഭകളും ഉൾപ്പെടെ ജില്ലയിലെ 89 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 1611 നിയോജക മണ്ഡലങ്ങളിൽ 16,41,249 പേരാണ് വിധി എഴുതുക. വോട്ടർമാരിൽ 8,56,321 സ്ത്രീകളും 7,84,842 പുരുഷന്മാരും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട 13 പേരും പ്രവാസി വോട്ടർമാരും ഉൾപ്പെടുന്നു. ആകെ 5,281 പേരാണ് ജനവിധി തേടുന്നത്. ജില്ലാ പഞ്ചായത്ത് 83, ബ്ലോക്ക് പഞ്ചായത്ത് 489, ഗ്രാമപഞ്ചായത്ത് 4032, നഗരസഭ 677 എന്നിങ്ങനെയാണ് വിവിധ തലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ എണ്ണം. ഡിസംബർ 13-ന് വോട്ടെണ്ണൽ നടക്കും. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുള്ള തപാൽ വോട്ടുകൾ ജില്ലാ പഞ്ചായത്ത് ഹാളിലായിരിക്കും എണ്ണുന്നത്. രാവിലെ 7 മണി മുതൽ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാർ എത്തിത്തുടങ്ങി. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA 12-ാം വാർഡ് ആപ്പാഞ്ചിറ ഗവൺമെന്റ് ഹൈറിജൻ വെൽഫെയർ സ്കൂളിൽ ബൂത്ത് 1-ൽ കുടുംബസമേതമെത്തി വോട്ട് രേഖപ്പെടുത്തി. ചലച്ചിത്ര താരം രമേഷ് പിഷാരടിയും കുടുംബവും കാരിക്കോട് ശ്രീ സരസ്വതി വിദ്യാമന്ദിർ സ്കൂളിൽ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. കോട്ടയം ഐമനം പഞ്ചായത്തിലെ ഒളശ CMS സ്കൂളിലെ ബൂത്തിൽ നടൻ വിജയരാഘവൻ വോട്ട് രേഖപ്പെടുത്തി. ഭാര്യ സുമ വിജയരാഘവൻ, മരുമകൾ ശ്രുതി, മകൻ ദേവദേവനും വിജയരാഘവനൊപ്പം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക സംഘടനാ നേതാക്കൾ വിവിധ ബൂത്തുകളിൽ എത്തി വോട്ട് രേഖപ്പെടുത്തി. i4U ന്യൂസ്, ഏറ്റുമാനൂർ.